അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കണ്ടുണരുവാൻ ദൈവം നമ്മളെ സഹായിച്ചുവല്ലോ. യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്താം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളിൽ തേരഹിൻ്റെ വംശപാരമ്പര്യം കാണുവാൻ കഴിയുന്നു. തേരഹിന് ജനിച്ച മക്കളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അബ്രാം, നാഹോർ, ഹാരാൻ. ഇതിൽ ഹാരാൻ കൽദയരുടെ പട്ടണമായ ഊരിൽ വെച്ച് മരിച്ചു. എന്നാൽ അവനൊരു മകനുണ്ടായിരുന്നു, അവൻ്റെ പേര് ലോത്ത്. തുടർന്ന് തേരഹ് തൻ്റെ മക്കളുമായിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. അവിടെ വെച്ച് തേരഹ് മരണപ്പെടുന്നു. തുടർന്ന് 12-ാം അധ്യായത്തിൽ തേരഹിൻ്റെ മകനായിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം ഇടപെടുകയാണ്. യഹോവയായിരിക്കുന്ന ദൈവം, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. കണ്ടിട്ടില്ല, എന്നാൽ നീ പോകണം. അബ്രഹാമിൻ്റെ പാരമ്പര്യമെന്ന് പറയുന്നത് പിതാക്കന്മാർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കും, വിൽക്കും, അതിനെ ആരാധിക്കും. അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുക. അപ്പോൾ ദൈവം വിളിക്കുവാനും തിരഞ്ഞെടുക്കുവാനും ശുശ്രൂഷ ഏൽപ്പിക്കുവാനും പാരമ്പര്യം ഒരു വിഷയമല്ല. എത്ര വലിയ പാരമ്പര്യമുണ്ടായിരുന്നു. ജീവനുള്ള ദൈവത്തെ, കരയെയും കടലിനെയും ആകാശവിധാനങ്ങളെയും സൂര്യചന്ദ്ര നക്ഷത്ര ഗോളങ്ങളെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവജാലകങ്ങളെയും, ഇന്ന് ഭൂമിയിൽ കാണുന്ന കുന്നുകളും മലകളും താഴ്വരകളും പുഴകളും തോടുകളും നദികളും സമുദ്രമെല്ലാം നിർമ്മിച്ച ദൈവത്തെ ആരാധിക്കാതിരുന്ന ഒരു വ്യക്തി ആ ദൈവത്തെ ആരാധിപ്പാൻ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത, ആ ദൈവത്തെ സേവിക്കുവാൻ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവം അവനെ ഉപയോഗിക്കും. അല്ലെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന ദൈവം, സകലത്തിൻ്റെ ഉടയവനായ ദൈവം, ആ ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തിയെപ്പോലും തിരഞ്ഞെടുത്ത് ആ ദൈവത്തെ വ്യക്തമായി അറിയത്തക്കവണ്ണം അവനോട് ഇടപെടുകയും അവനിലൂടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കുവാൻ അവനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഇവിടെ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. അവൻ്റെ പാരമ്പര്യം ദൈവത്തിന് വിഷയമല്ല. എന്നാൽ ദൈവം അവനെ കണ്ടു, അവനോട് പറയുന്നു, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ദൈവം വ്യക്തമായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ കൊടുത്തു, അവനെ വിളിച്ചു വേർതിരിച്ചു. ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത്, അബ്രഹാം യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ദേശം എങ്ങനെയുള്ളത്, ആൾപ്പാർപ്പുള്ളതാണോ ഇല്ലാത്തതാണോ, അവിടുത്തെ ജനസമൂഹം എങ്ങനെയുണ്ട്, ഇതൊന്നും അറിയത്തില്ല, ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല. സകലത്തിൻ്റെ ഉടയൻ വിളിച്ചപ്പോൾ അബ്രഹാം പൂർണ്ണമായിട്ട് അനുസരിച്ചു. 5-ാം അധ്യായം അവസാന ഭാഗം പറഞ്ഞിരിക്കുന്നത്, അബ്രഹാം കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു, കനാൻ ദേശത്ത് എത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ കുറേ യാത്രയുണ്ട്. എന്നാൽ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന അവൻ എത്തി. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കുന്ന ഭക്തനായ അബ്രഹാമിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം കൽപ്പിച്ചതിനോട് മറുചോദ്യം ചോദിക്കാതെ ഞാൻ അവിടെ പോയി എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചില്ല. അവിടുത്തെ ജനം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചില്ല. ഇത്രയും ദൂരം ഞാൻ എങ്ങനെ യാത്ര ചെയ്യുമെന്നും അബ്രഹാം ചോദിച്ചില്ല. ദൈവമാണ് കൽപ്പിച്ചതെന്നുള്ള ആഴമായ ഉറപ്പ് അബ്രഹാമിൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം പൂർണ്ണമായിട്ട് അനുസരിക്കുകയാണ്. അപ്പോൾ അനുസരിച്ചാൽ അനുഗ്രഹമുണ്ട്. അനുസരിച്ച് അബ്രഹാമിനെ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ അനുഗ്രഹിക്കാതെ ഇരുന്നില്ല. ദൈവം അവനെ അനുഗ്രഹിച്ചു. അവനിലൂടെ വലിയൊരു ജാതി ഉടലെടുത്തു എന്ന് കാണുവാൻ കഴിയുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ വാക്കുകളെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ അപ്പാടെ
മറുചോദ്യം ചോദിക്കാതെ അനുസരിപ്പാൻ കഴിയുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്, നന്മയുണ്ട്. നിശ്ചയമായിട്ടും അവൻ അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ്. അനുഗ്രഹിക്കാതെ കടന്ന് പോകുകയില്ല. യാബോക്ക് കടവ് കടന്ന യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കാതിരുന്നില്ല. അവൻ്റെ യാക്കോബ് എന്ന പേര് മാറ്റി ഇസ്രായേൽ എന്ന പേര് കൊടുത്ത് അവനെ അനുഗ്രഹിച്ച ദൈവം രാത്രി മുഴുവനും ധ്യാനിച്ചിട്ട് ഒന്നും ലഭിക്കാതെ വല കഴിക്കൊണ്ടിരുന്ന പത്രോസിൻ്റെ പടക് ചോദിച്ചപ്പോൾ അനുസരണത്തോടെ പടക് കൊടുത്ത പത്രോസിനോട് വലയിറക്കാൻ പറഞ്ഞപ്പോൾ ആ വാക്കിൻ്റെ മുമ്പിൽ അനുസരിപ്പാൻ ജീവിതത്തെ വിട്ടുകൊടുത്തപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ അധ്വാനിച്ചിട്ട് ഒരു പൊടി മീൻ പോലും കിട്ടാത്ത സ്ഥാനത്ത് വല നിറഞ്ഞ് കവിയുന്ന അനുഭവം. വല നിറഞ്ഞു കവിഞ്ഞു, പടക് നിറഞ്ഞു, സ്നേഹിതരുടെ പടകം നിറച്ചു. ഭവനത്തിലും ജീവിതത്തിലും ഒരു നിറവിൻ്റെ അനുഭവം കൊടുത്ത് അനുഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ കർത്താവ്. അനുസരിക്കാമോ? ഹല്ലേലൂയ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് പകൽക്കാലം അബ്രഹാം അനുസരിച്ചതുപോലെ തന്നെ ഏൽപ്പിച്ചു, ദൈവത്തെ അനുസരിച്ചു. അത് അവൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീർന്നതുപോലെ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിക്കാം. അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. അതിനായിട്ട് ഏൽപ്പിക്കാം. എന്തു പറഞ്ഞാലും മറുചോദ്യം ചോദിക്കാതെ അനുസരിപ്പനപ്പാ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.